സഹോദരിമാരെ, നമ്മുടെ ജീവിതം ചിട്ടയോടുകൂടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ഭർത്താക്കന്മാര് വിദേശത്തു നിന്ന് പൈസ അയച്ചു തരുമ്പോ നമുക്കത് ചെലവാക്കുമ്പോ അതിന്റെ ഗൗരവം അറിയില്ല. നമ്മളിങ്ങനെ ചെലവാക്കും. നമ്മള് ഗൾഫിൽ നിന്ന് ഇങ്ങനെ പൈസ വരെയാണ്, അത് നല്ല സന്തോഷത്തിലും സുഖത്തിലായിരിക്കും എന്റെ ഭർത്താവ് എന്ന നിലക്ക് നമ്മള് ഭർത്താവിന്റെ കഷ്ടപ്പാടുകളൊന്നും ചിന്തിക്കാതെ ആ പൈസ നമ്മൾ ഇങ്ങനെ ദൂർത്തടിച്ച് ചെലവാക്കും. മക്കൾക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് ഒക്കെ, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങണം. പക്ഷെ ആവശ്യത്തിലുപരിയായി ആഡംബരമായി നമ്മൾ ചെലവാക്കും. അങ്ങാടികളിലേക്ക് ഇറങ്ങി പൈസ ഇങ്ങനെ ദൂർത്തടിച്ച് ചെലവാക്കും അല്ലേ? പക്ഷേ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഭർത്താക്കന്മാർ എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വലിയ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ആ പണം നമുക്ക് അയച്ചു തരുന്നത്. അത് മിതത്വത്തോടുകൂടെ വളരെ മിതമായ രൂപത്തിൽ ചെലവഴിക്കാൻ നമ്മൾ പഠിക്കണം. ആഡംബരങ്ങൾ ഒഴിവാക്കി, ദൂർത്തടിച്ച് ചെലവാക്കുന്ന ഒഴിവാക്കി മിതമായി ചെലവഴിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നത്. നമ്മുടെ ചെലവ് കൂടുതൽ കാരണമാണ് നമ്മുടെ ഭർത്താക്കന്മാർക്ക് കടങ്ങൾ കയറി വരുന്നത്. ആ ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അനാവശ്യമായി ബിസിനസ്സുകളിലേക്ക് എടുത്തു ചാടാൻ, ഇപ്പൊ പല ബിസിനസ് പറ്റിക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ, ബിസിനസ്സുകൾ അധികരിച്ച കാലാണ്. ഇത്ര പൈസ തന്നാൽ ഇത്ര രൂപ ലാഭം തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകൾ അധികരിച്ച കാലമാണ്. ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ എത്ര ലാഭം കിട്ടുമെന്നൊക്കെ കേൾക്കുമ്പോ ചാടി വീണ് അതിലേക്ക് നമ്മുടെ പൈസകൾ ഇൻവെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഖേദിക്കേണ്ട ഒരു അവസ്ഥ. അത്തരത്തിലുള്ള അവസ്ഥകളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേനും എടുത്ത് ചാടി പൈസ കൊടുത്ത് നമ്മൾ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അവിടെയൊക്കെ നമ്മുടെ ഭാര്യമാരുടെ നല്ല ഉപദേശം ഭർത്താക്കന്മാർക്ക് കൊടുക്കണം. ഇത്ര റുപ്യ ലാഭം കിട്ടുമെന്ന് കേൾക്കുമ്പോഴത്തേനും നിങ്ങൾ കൊടുത്തോളി എന്ന് പറയല്ല വേണ്ടത്. കൃത്യമായി അന്വേഷിച്ച്, അല്ലെങ്കിലും ഒരു ഫിക്സ്ഡ് പൈസ ലാഭം കിട്ടും എന്ന് പറയുന്ന ബിസിനസ് അത് ശരിയല്ല. ഇസ്ലാമികപരമായി അത് ശരിയായ ഏർപ്പാടല്ല. 1500 രൂപ എല്ലാ മാസവും ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ ഏർപ്പാടല്ല. ലാഭം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ചിലുകൾ ഉണ്ടാവും. ചിലപ്പോൾ ചില മാസം 2000 ആവാം, ചില മാസം 1700 ആവാം, 1800 ആവാം. ചിലപ്പോൾ ലാഭം തീരെ ഇല്ലാതെ വരാം. അതല്ലേ കച്ചവടം എന്ന് പറഞ്ഞാൽ. ഫിക്സ്ഡ് ആയിട്ട് 1500 തന്നെ തരുന്നു പറഞ്ഞാൽ അത് ശരിയായ ഏർപ്പാടല്ല. അപ്പൊ നമ്മൾ നല്ലോണം ആ കച്ചവടത്തെ പറ്റി പഠിക്കണം. ഇത് എവിടുന്നാണ് ഈ പൈസ വരുന്നത്, ഇവരെങ്ങനെയാണ് ഇത് കച്ചവടം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് നടത്തുന്നത്, എങ്ങനെയാണ്, എന്താണ് ഇവർ ബിസിനസ് ചെയ്യുന്നത്, ഇതൊക്കെ പഠിക്കണം. ഓൺലൈൻ ബിസിനസ്സുകൾ, ഓൺലൈൻ കച്ചവടങ്ങൾ, ഒരുപാട് പൈസ ചെയിൻ ബിസിനസ്സുകളൊക്കെ, അതിലേക്കൊക്കെ പൈസ ഇട്ട് ഒരുപാട് ആളുകൾ കുടുങ്ങി അവസാനം അല്ലെ. ചില ആൾക്കാർ ഭാര്യന്റെ ഒക്കെ സ്വർണം മൊത്തം എടുത്ത് വിറ്റ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ എന്തോ കേൾക്കുമ്പോഴത്തേനും അത് കൊടുത്ത് ലാസ്റ്റ് കുടുങ്ങി. അങ്ങനത്തെ എത്ര ആളുകളുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഒരു കുടുക്കിലും ഞങ്ങളെ കുടുക്കല്ല റഹ്മാനെ. അപ്പൊ നല്ലോണം ആലോചിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പൈസ. നമ്മളെപ്പോഴും നല്ല പക്വതയും ബുദ്ധിയും ഉള്ള ആളുകളാണ്. അതിനൊരു ഭാര്യയും ഭർത്താവും, നമ്മൾ ഭർത്താക്കന്മാർ എന്ത് ബിസിനസ്സിലേക്ക് പൈസ കൊടുക്കുമ്പോഴും ഭാര്യയോടൊക്കെ ഒന്ന് മുശാവറത്ത് നടത്തണം, ഒന്ന് കൂടിയാലോചന നടത്തണം. പൈസ ലാസ്റ്റ് പൊട്ടിയതിന് ശേഷം കുറെ പൈസ കടം വരുമ്പോ പിന്നെ ഭാര്യനോട് പറഞ്ഞാൽ പോരാ, ആ സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഭാര്യനോട് പറഞ്ഞാൽ പോരാ. ആദ്യേ ഭാര്യയോടൊക്കെ നമ്മൾ കൂടിയാലോചിക്കേണ്ടത്. ഇന്ന പൈസ ബിസിനസ്സിലേക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, എത്ര രൂപ കൊടുക്കുന്നുണ്ട്, അത് ഇന്ന കച്ചവടമാണ് ഭാര്യയോട് പറയണം. ആ ഒരു കൂടിയാലോചനയിലൂടെ നമ്മുടെ സുഹൃത്തുക്കളുമായി ഭാര്യയുമായി കൂടിയാലോചിച്ച് നല്ല നല്ല വിശ്വസ്തമായ, നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ബിസിനസ് ആണെങ്കിൽ മാത്രം, നമ്മൾ ഹലാലായ മാർഗത്തിലുള്ള വരുമാനമാണെങ്കിൽ മാത്രം, ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മുടെ പൈസ നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച് വേർപ്പ് ഒഴുക്കി ചോര നീരാക്കി എന്നൊക്കെ പറഞ്ഞു അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ വെറുതെ എന്തിനാ നശിപ്പിച്ചു കളയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര കുടുംബങ്ങൾ ഇന്ന് കണ്ണുനീര് കുടിക്കുന്നറിയാം. പിന്നെ ആ കടം കൂട്ടാൻ വേണ്ടിട്ട് പിന്നെ എത്രയോ വർഷങ്ങളോളം കഷ്ടപ്പെടേണ്ടി വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ടാലും വീട്ടാൻ പറ്റാത്ത കടങ്ങളായി മാറും. അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. കടം വന്നു കഴിഞ്ഞാൽ
വലിയ ബുദ്ധിമുട്ടാണ്. ചില ആളുകളുണ്ട് നല്ല രൂപത്തിൽ തന്നെ ബിസിനസ് നടത്തി സ്വന്തമായി ഹലാലായ മാർഗത്തിലൂടെ കച്ചവടം നടത്തി, പക്ഷെ കച്ചവടം നടക്കാതെ ഇറക്കിയ പൈസ ഒക്കെ നഷ്ടപ്പെട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരോട് നല്ല രൂപത്തിൽ നമ്മൾ സമാധാനിപ്പിച്ച് ആ കടങ്ങൾ വീടും എന്നുള്ള രൂപത്തിൽ സമാധാനമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അത് ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും നല്ല സമാധാനമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അങ്ങനെ കടം വന്നൊരു ഭർത്താവിനോട് ഭാര്യ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ബിസിനസ് ഒക്കെ പൊട്ടും, നിങ്ങൾക്ക് ഒന്നിലൊരു വർക്കത്തില്ല എന്ന് പറഞ്ഞ് സമാധാനക്കേടുണ്ടാക്കല്ല വേണ്ടത്. നമ്മൾ ആ ഭർത്താവിനെ സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. ഹലാലായ സമ്പത്ത് അള്ളാഹു തരട്ടെ. നല്ല ഹലാലായ സമ്പത്തുണ്ടെങ്കിൽ അത് നമുക്കൊരു സന്തോഷമാണ് അല്ലെ. സമ്പത്ത് ആവശ്യമാണ് ജീവിക്കാൻ, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താൻ, മറ്റുള്ളവർക്ക് തണലുമാവാൻ, എല്ലാത്തിനും ഹലാലായ സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. അങ്ങനത്തെ ഹലാലായ നല്ല സമ്പത്ത് അല്ലാഹ് ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ്